നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. CSIR UGC നെറ്റ് അപേക്ഷകൾ 30-ാം തീയതി വരെ. PhD പ്രവേശനത്തിനും പരിഗണിക്കും. സയൻസ് ടെക്നോളജി മേഖലകളിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ ഗവേഷണത്തിനും സർവകലാശാലകളിലോ കോളേജുകളിലോ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനും അർഹത ലഭിക്കാൻ CSIR UGC നെറ്റ് പരീക്ഷയിൽ യോഗ്യത തെളിയിക്കേണ്ടതുണ്ട്. സയൻസ് ടെക്നോളജി PhD പ്രവേശനത്തിനും സ്കോർ പരിഗണിക്കും. 2024 ഡിസംബർ പരീക്ഷയ്ക്ക് ഈ മാസം 30 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഫെബ്രുവരിയിൽ 16 മുതൽ 28 തീയതികളിലാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കാണ് ചുമതല. ദേശീയ ലബോറട്ടറികൾ, സർവകലാശാല വകുപ്പുകൾ, IIT-കൾ തുടങ്ങിയവയിലെ ഗവേഷണത്തിന് പരീക്ഷ വഴി തുറന്നു തരും. പരീക്ഷാ ഫീസ് 1150 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്ക വിഭാഗർ 600 രൂപയും പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗർ 325 രൂപയും അടച്ചാൽ മതി. സമർപ്പിച്ച അപേക്ഷ ആവശ്യമുള്ളവർക്ക് ജനുവരി 1-2 തീയതികളിൽ തിരുത്താം. ഒരാൾ ഒരു അപേക്ഷയെ സമർപ്പിക്കാനാവൂ. യോഗ്യത MSc ഇൻ്റഗ്രേറ്റഡ് BS, MS, BTech, BPharm, MBBS അഥവാ തുല്യ പരീക്ഷയോടെ 55% മാർക്കോടെ ജയിക്കണം. യോഗ്യതാ കോഴ്സിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫലം വന്ന് 2 വർഷത്തിനകം യോഗ്യത നേടണം. PhD പ്രവേശനത്തിന് മാത്രം അർഹത നേടിയവർ 1 വർഷത്തിനകം യോഗ്യത നേടണം. 4 വർഷ 8 സെമസ്റ്റർ ബാച്ചുലർ ബിരുദക്കാർക്ക് 75% മാർക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇവരെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് പരിഗണിക്കില്ല. JRF, PhD എന്നിവയ്ക്ക് മാത്രമാണ് ഇവർക്ക് അർഹത. 8ാം സെമസ്റ്ററിൽ പഠിക്കുന്നവരെയും പരിഗണിക്കും. സാമ്പത്തിക പിന്നോക്ക പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 5% മാർക്ക് ഇളവ് ലഭിക്കും. JRF-ന് ശ്രമിക്കുന്നവരുടെ പ്രായം 2025 ഫെബ്രുവരി 1-ന് 30 കവിയരുത്. പിന്നോക്ക പട്ടിക ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി വിഭാഗക്കാർക്കും വനിതകൾക്കും 35 വരെയാകാം. നിർദ്ദിഷ്ട ഗവേഷണ പരിചയമുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രായത്തിൽ ഇളവുണ്ട്. അധ്യാപക ജോലിക്കും PhD പ്രവേശനത്തിനും പ്രായപരിധി ഇല്ല. ടെസ്റ്റിൻ്റെ രീതി: കെമിക്കൽ, എർത്ത്, അറ്റ്മോസ്ഫറിക്, ഓഷ്യൽ ആൻഡ് പ്ലാനറ്ററി ലൈഫ്, മാത്തമാറ്റിക്കൽ, ഫിസിക്കൽ എന്നിങ്ങനെ 5 സയൻസ് ശാഖകളിൽ പരീക്ഷയുണ്ട്. 3 മണിക്കൂർ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് A, B, C എന്നും 3 ഭാഗങ്ങളുണ്ട്. A എല്ലാവർക്കും പൊതുവാണ്. അഭിരുചി, യുക്തിചിന്ത മുതലായവയിലെ ചോദ്യങ്ങൾ ബന്ധപ്പെട്ട വിഷയത്തിലെ ചോദ്യങ്ങളാണ് Bയിൽ. Cയിലാകട്ടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ആഴത്തിലുള്ള വിശകലനാത്മക ചോദ്യങ്ങളായിരിക്കും. ഉത്തരം തെറ്റിയാൽ മാർക്ക് കുറയ്ക്കും. പല ഷിഫ്റ്റുകളിൽ നടക്കുന്ന പരീക്ഷകളിൽ മാർക്കുകൾ നോർമലൈസ് ചെയ്താണ് റാങ്കിങ്ങിന് ഉപയോഗിക്കുന്നത്. വിശദാംശങ്ങൾക്ക് CSIR HRDG.RAC.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. കേരളത്തിൽ വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലുണ്ട്. PhD പ്രവേശനം: JRF-ന് യോഗ്യത നേടിയവർക്ക് UGC മാനദണ്ഡ പ്രകാരമുള്ള ഇൻ്റർവ്യൂ വഴി PhD പ്രവേശനം നൽകാം. ഇക്കാര്യത്തിൽ സർവകലാശാലകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് പകരമാണ് CSIR UGC നെറ്റ്. ഈ നിബന്ധന ഉണ്ടെങ്കിലും പല സ്ഥാപനങ്ങളിലും PhD പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട്. 2-3 വിഭാഗക്കാർക്ക് നെറ്റ് മാർക്കിന് 70%, ഇൻ്റർവ്യൂവിന് 30% ക്രമത്തിൽ വെയിറ്റ് നൽകിയായിരിക്കും PhD പ്രവേശന റാങ്കിങ്. JRF-ന് ആദ്യ 2 വർഷം 37,000 രൂപ പ്രതിമാസ സ്റ്റൈഫൻറ്റും 20,000 രൂപ വാർഷിക ഗ്രാൻറ്റും കിട്ടും. PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3-ാം വർഷം മുതൽ സീനിയർ ഫെലോ ആയി 42,000 രൂപ വാങ്ങാം. NFSC, NFO, BC, PWD എന്നിങ്ങനെ യഥാക്രമം പട്ടികജാതി പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ദേശീയ ഫെലോഷിപ്പുകളിലേക്ക് താല്പര്യമുള്ളവർക്കും ഈ പരീക്ഷ എഴുതണം. അർഹത 3 തരത്തിലാണ്. വിഭാഗം 1-ൽ യോഗ്യത നേടിയത് ഏതിനെല്ലാം JRF അവാർഡ്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് JRF-ന് അർഹതയുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർക്കുണ്ട്, PhD പ്രവേശനത്തിന് ഉണ്ട്. രണ്ടാമത് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവും PhD പ്രവേശനവും. JRF-ന് അർഹതയുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസറിനുണ്ട്, PhDക്ക് പ്രവേശനമുണ്ട്. 3 PhD പ്രവേശനം JRF-ന് ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ഇല്ല, PhD പ്രവേശനത്തിന് അർഹതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.